ഇന്ന് രാവിലെ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് കോൺ പുട്ട് പൗഡർ കുറച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതെടുത്തങ്ങ് പുട്ടുണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും അത് ചെറിയൊരു ചൂടുവെള്ളത്തിലൊക്കെ അങ്ങോട്ട് നനച്ച് റെഡിയാക്കി വെച്ചു. നനച്ച് വെച്ച് കഴിയുമ്പോൾ ഈ പുട്ടുപൊടി കാണാൻ എന്തൊരു ഭംഗിയാണ്, നല്ല കളറ്. നമ്മൾ എന്ത് സാധനം എടുത്താലും ഉണ്ടല്ലോ, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ദോഷങ്ങളെക്കുറിച്ച് ഹരിയേട്ടനൊരു വലിയ റിസർച്ച് തന്നെ നടത്തി നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ചോളപ്പൊടിയാണെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലതാണ്, കാൽസ്യമുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഷുഗർ ലെവൽ കുറയ്ക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പറയുവേ. അപ്പം എല്ലാം സെർച്ച് ചെയ്യും. പുള്ളിക്ക് ആരോഗ്യകാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. അപ്പം എനിക്ക് പണ്ടൊന്നും ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നേ. പക്ഷേ ഇത് പിന്നീട് ഞാൻ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ചിലത് ഗുണമുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഹരിയേട്ടൻ ഇങ്ങനെ ഉപദേശിച്ചെന്ന് നമ്മളതങ്ങ് ശീലമാകും. പിന്നെ നമ്മൾ പതുക്കെ അങ്ങ് ഗുണമാണല്ലോ എന്നോർത്ത് നമ്മളങ്ങ് കഴിക്കും. എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് നല്ല ടേസ്റ്റ്. എനിക്കെന്നാലും കുറച്ചുകൂടി ഇഷ്ടം പരിപ്പുട്ടാണ്. എന്നാലും ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇതിപ്പോൾ ഇവിടെ എല്ലാവരും കഴിക്കും. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് അതങ്ങൊന്ന് കുത്തി ഇറക്കിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. നോക്കി എന്ത് ഭംഗിയുണ്ട് കാണാനല്ലേ, മഞ്ഞയും വെള്ളയും കൂടെ ചേർന്ന കളറ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കടലക്കറി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കോൺ പുട്ടും കടലക്കറിയുമായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു.